ഇപ്പോൾ എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, അവിടെ വഹാബ് വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ബൂത്ത് സന്ദർശനത്തിനായി ഷൗക്കത്ത് എത്തുന്നത് കണ്ടു. ആളുകൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നത്? രാവിലെ തന്നെ അത്യുത്സാഹപൂർവ്വം മഴയൊക്കെ മറികടന്ന് ജനങ്ങൾ വോട്ട് ചെയ്യാനായി എത്തിക്കഴിഞ്ഞോ? അഭിലാഷ്, അങ്ങനെ വായിച്ചെടുക്കേണ്ടി വരും. കാരണം ശക്തമായിട്ടുള്ള മഴയുണ്ട്. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ പല ബൂത്തിന് മുന്നിലും വലിയ ക്യൂ കാണാൻ കഴിയുന്നുണ്ട്. അതായത് രാവിലെ 7 മണിക്ക് മുൻപേ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ എത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു ജനങ്ങൾ ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം അത്രത്തോളം തിരക്ക് ഈ ഓരോ ബൂത്തിന് മുന്നിലും ഉണ്ട്. മാത്രമല്ല സ്ത്രീ വോട്ടർമാരാണെങ്കിലും അതോടൊപ്പം തന്നെ പുരുഷ വോട്ടർമാരാണെങ്കിലും ഒക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാൻ തന്നെ ഒന്നാണ്. രാവിലെ ഇതിനായിട്ട് ഇറങ്ങി വന്നാ വോട്ട് ചെയ്യാന്നുള്ള ലക്ഷ്യം തന്നെയാണ്. നേരത്തെ തന്നെ എത്താറുണ്ടോ എല്ലാ സമയം? ഉണ്ട്. മഴയുണ്ടല്ലോ, എന്താ ചെയ്യാ? മഴ വേണ്ടേ? മഴ പ്രതിസന്ധി ആവോ? അല്ല, മഴ വേണ്ടേ? മഴ വേണം. എങ്ങനെയുണ്ട്? രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് ഉഷാറായി പോകുന്നു. ഇത്രയും തിരക്കുണ്ടാവാറുണ്ടോ സാധാരണ? സാധാരണഗതിയിൽ ഇത്ര ഉണ്ടാവാറില്ല. ഇത് ഒരുപക്ഷെ മഴ ഇനി കൂടിയാലോ, അല്ലെങ്കിൽ മാത്രമല്ല ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടി എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം. അതെ, നേരത്തെ വന്ന് മഴയ്ക്ക് മുന്നായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് കുറെ സ്ത്രീ വോട്ടർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ജോലിക്കൊക്കെ പോകാൻ ഉള്ളവരായിരിക്കാം. രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് മടങ്ങണം. എങ്ങനെ തിരക്കാവണേന്റെ മുന്നേ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാ തവണ ഇങ്ങനെ തന്നെയാണോ? തിരക്കും നിങ്ങളും വോട്ട് ചെയ്യാൻ എത്തുന്ന രാവിലെ തന്നെയാണോ? നേരത്തെ വരും, തിരക്കാവണേന്റെ മുന്നേ. തീർച്ചയായിട്ടും രാവിലെ തന്നെയാണ് വരാറുള്ളത്. തിരക്കുണ്ടാവാറുണ്ടോ സാധാരണ? സാധാരണ രാവിലെ തിരക്കന്നെ ഉണ്ടാകാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുറയുമായിരിക്കും അല്ലേ? അങ്ങനെയാണോ വിചാരിക്കുന്നു? ഇതിന് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾക്ക് പോകണമായിരിക്കും അല്ലേ? അതന്നെ അതുകൊണ്ടാണ്. ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലിയുണ്ട്. ജോലിക്ക് പോകുന്നതിന് മുന്നേ നേരത്തെ വന്ന് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് നല്ല റഷായിരിക്കും. അതുകൊണ്ട് അതിന് മുന്നേ ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചു. തിരക്ക് ഉണ്ടാവും വിചാരിച്ചിട്ട് നേരത്തെ വന്നു. അഭിലാഷ്, ഈ പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പോളിംഗ് പെർസെൻറ്റേജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75 ഉണ്ടായിരുന്നു. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 71 പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 61 കുറഞ്ഞു. അതുകൊണ്ട് നേരത്തെ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പോളിംഗ് കൂടിയാൽ ഇന്ന പ്രസ്ഥാനത്തിന് ഗുണം, കുറഞ്ഞാൽ ഇന്ന പ്രസ്ഥാനത്തിന് കുഴപ്പം. അതൊക്കെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അതൊന്നും പരിഗണിക്കപ്പെടാത്ത രീതിയിലുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൊളിച്ചെഴുതുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ കണക്കൂട്ടുകളിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു തെരഞ്ഞെടുപ്പ് അല്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സമവാക്യങ്ങളൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അന്ന് LDF UDF പോരാട്ടം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നെങ്കിൽ ഇന്ന് കഴിഞ്ഞ തവണത്തെ ഇടത് MLA സ്വതന്ത്രമായി മത്സരിക്കുകയാണ്. അൻവർ അത്ര വോട്ട് പിടിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ ആ തരത്തിൽ മുന്നേറുന്നു. പല വീക്ഷണങ്ങളും പല നിരീക്ഷണങ്ങളും ഒക്കെ വന്നു. നേരത്തെ അബ്ദുൽ വഹാബ് പറഞ്ഞ അൻവർ അത്രത്തോളം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പുതിയ തലമുറ എന്നതിലപ്പുറം എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ യാതൊരുവിധ പ്രവചനങ്ങളും സാധ്യമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കുന്നത് എന്നുകൂടി. അപ്രവചനീയമായ തെരഞ്ഞെടുപ്പാണ്. എന്താണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് നമുക്ക് അറിയാൻ കാത്തിരിക്കാം.